നമസ്കാരം, കോമഡി മസാലയുടെ ഇന്നത്തെ ചിരിക്കൂട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്കിവിടെ ഓഡിയൻസ് ആയിട്ട് എത്തിയിട്ടുള്ളത് പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ 20-ാം വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകരും അവരുടെ വാർഡ് മെമ്പർ ശ്രീ രമേശ് ബാബുവുമാണ്. അപ്പോൾ അവരെ എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ 2 അതിഥി താരങ്ങളെയാണ്, നോബി മാർക്കോസ് ആൻഡ് ബിനു അടിമാലി. യെസ്, അങ്ങനെ രണ്ടുപേരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു അപകടവും കൂടാതെ ഡാൻസേഴ്സിന്റെ ഇടയിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ഇല്ല, ഞാൻ പണ്ടത്തെ ഒരു സിനിമാറ്റിക് ഡാൻസർ ആയിരുന്നു. എന്ത് പറ്റി? അല്ല, ഒന്നുമില്ല, ഞാൻ പെട്ടെന്ന് ഒന്ന് വിഷ്വലൈസ് ചെയ്തു പോയി. അടിപൊളിയായിരിക്കും. ഞാൻ പണ്ട് സ്കൂളിൽ ഡാൻസ് കളിക്കുമായിരുന്നു, സിനിമാറ്റിക്. അന്ന് എനിക്ക് തോന്നുന്നു അന്ന് സിനിമയൊക്കെ ഉണ്ടായിരുന്നു. സിനിമാറ്റിക് അന്ന് നിർത്തിയെന്ന് തോന്നുന്നു. അല്ല, മത്സരം ഉണ്ടായിരുന്നു, സ്കൂളിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, സിനിമാറ്റിക് കളിക്കുമായിരുന്നു ഞാൻ. പിന്നീട് ഇപ്പം ഈ പിള്ളേർ കളിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട്. ഇപ്പം നിന്നോണ്ട് 2 കാല് ചെറുതായിട്ട് ഇങ്ങനെ അനക്കാനേ പറ്റുള്ളൂ. അതിന്റെ സങ്കടം ഉണ്ടാകും. സത്യം, ഒരു വിഷമമുണ്ട് എനിക്ക് ഡാൻസ് കളി. എന്നാലും ചില സിനിമയിലൊക്കെ സോങ്ങിലൊക്കെ അത്യാവശ്യം ചെറുതായിട്ടൊന്ന്. ഈയിടെ ഏത് മൂവിയിലായിരുന്നു കോളേജ് സ്റ്റുഡന്റ് ആയിട്ട് വന്നത്? നാമില് ബിടെക് സ്റ്റുഡന്റ് അല്ലേ? അല്ല, ബിടെക് ആണോ? അതെ, ഞാൻ അല്ലല്ലോ, എങ്ങനെയോ ഒരു ഡിഗ്രി എങ്ങനെയോ കോളേജിൽ കേറിയത് പിന്നെ ഗ്രേസ് മാർക്ക് ഉണ്ട് ഗുസ്തിയില്. ഓ, അങ്ങനെയാണ് കയറിയതല്ലേ? കൊള്ളാം. ഞാൻ ഓർക്കണേ സ്റ്റുഡൻസിന്റെ കൂടെയുള്ള എല്ലാ പോസ്റ്റേഴ്സിലും നോബി ചേട്ടനുണ്ട്. ശരിക്കും സ്റ്റുഡന്റ് ആയിട്ടോ. ഇത് കോളേജിലാകുമ്പോൾ തോറ്റ് പഠിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എങ്ങനെ ഈ പ്രായം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന വിചാരിച്ചു. പക്ഷേ നോബി പിന്നെ ഒന്ന് മീശ എടുക്കണം, ഏജ് ഫീൽ ചെയ്യുമെന്ന്. ഇടാ, ഞാൻ നോക്കിയപ്പോ എന്റെ കൂടെ ഉള്ളവന്മാരെല്ലാം താടിയും വളർത്തി, മീശ വളർത്തിട്ട് എനിക്ക് മീശയില്ല. അപ്പൊ കുറച്ച് ഏജ് കുറവായിട്ട് തോന്നിപ്പിച്ചോ? എനിക്ക് പക്ഷെ മീശ എടുത്തോ ടക്കന ഒരു 18 വയസ്സ് ഫീൽ ചെയ്തു. അതാണ് അതിന്റെ ഒരു. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ പലതും കേൾക്കേണ്ടി വരും. ആ കസേരയിൽ ഒന്ന് പോയിരിക്കാവോ? മീശ എടുക്കണോ? വേണ്ട വേണ്ട, അയ്യോ വേണ്ട. അല്ല, ടക്കനെ ചിലപ്പോ 18ലേക്ക്. സ്കിറ്റുമായി ഇനി അടുത്തതായി വേദിയിലേക്ക് എത്തുന്നു ടീം സൂപ്പർ ജോക്കേഴ്സ്. നമസ്കാരം. JD ജംഗ്ഷന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ എത്തുന്ന അതിഥി വളരെ വ്യത്യസ്തനായ ഒരു അതിഥിയാണ്. ഈ കാണുന്നത് ചൈനയുടെ വൻമതിൽ. ഇത് പണിതത് BC 221-ാം നൂറ്റാണ്ടിലാണ്. 15 വർഷം കൊണ്ട് അവിടുത്തെ രാജാവായ ചിങ് ഹുവാ ഏകദേശം 2694.4 കിലോമീറ്റർ നീളത്തിലാണ് ഈ മതിൽ പണിതത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് പൂശിയിട്ടില്ല, അഥവാ തേച്ചിട്ടില്ല. അത് തേക്കാനുള്ളൊരു അവസരം കിട്ടിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയിലെ മണിയൻ എന്ന മേശിരിക്കാണ്. സ്വാഗതം ചെയ്യാം മണിയൻ മേശിരിയെ. അയൽക്കൂട്ടത്തിൽ കിടന്ന് അലയ്ക്കും പോലെ ഇവിടെ കിടന്ന് സംസാരിക്കുകയും ചെയ്യല്ലോ. സ്റ്റാൻഡേർഡ് പരിപാടിയാണ്, ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെ ചോദിച്ചെന്നേ, എന്നെ അവിടെ കൊണ്ടുവരാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ പറഞ്ഞ ഇവിടെ പൊട്ടാസിന്റെ പരിപാടി അടിപൊളി പരിപാടിയാണ്, നിങ്ങൾ എന്നെ കൊണ്ടുവന്നു, എന്നിട്ട് എന്തോ സംസാരിക്കുന്നത്? ഇതാണ് നിന്റെ കുഴപ്പം. എന്താന്ന്? 4 ആളെ കാണുമ്പോൾ കൂതറ സംസാരം കൊണ്ടിഞ്ഞ് വരും. സ്റ്റാൻഡേർഡായിട്ട് നിൽക്കണം. ഇരിക്കൂ മണിയൻ. നമ്മളെ വീട്ടിൽ കിടക്കുന്ന അത്ര പോരാ അല്ലേ? അവിടെ നല്ല കുതിപ്പാണ് ഇങ്ങനെ. നമ്മളവിടെ കിടക്കുന്ന മറ്റല്ല, ഇൻസ്റ്റാൾമെന്റിന്റെ പ്ലാസ്റ്റിക്കിന്റെ. എന്താണ് എന്താ എടോ, എന്താന്ന് ഷൂട്ട് നടന്നോണ്ടിരിക്കുക? ഇയാൾ പോയേ. സാർ ഒരു മിനിറ്റ് തൂക്കട്ടെ. ഹലോ, എടാ ഇയാൾക്ക് എന്താടാ വേണ്ടത്? ഷൂട്ട് നടന്നോണ്ടിരിക്കണം. സാർ ഒരു മിനിറ്റ്. വാർത്ത വായിക്കുന്ന ആള് അവിടെ കോട്ടില്ലാതെ നിൽക്കുകയാണ്. പുള്ളി മൂത്രം ഒഴിക്കാൻ കയറിയ സമയമാണ് ഈ പുള്ളി കോട്ട് എടുത്തോണ്ട് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോഴേ പറഞ്ഞ ആവശ്യമില്ലാത്ത കുത്തിക്കറ്റി ഇടാൻ പറഞ്ഞിട്ട് ഉള്ള ഡ്രസ്സ് മതി. ആ ഒരു ഗുമ്മിന് വേണ്ടി എടുത്തിട്ടോണ്ട് വന്നേ. ഗുമ്മിന് വേണ്ടി നാണം കിടത്താനായിട്ട്. മണിയാ, എന്താണ് മണിയാ? ഇപ്പോഴാ മണിയൻ ശരിക്കും മണിയനായത്. അതെ, മണിയോട് എനിക്കൊരു കാര്യം ചോദിക്കാൻ പറ്റും? അതിപ്പോ പറ്റില്ല, പിന്നെ ഒരു അവസരം തരാം. താൻ പോയെ, ഷൂട്ട് നടന്നോണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ടേക്ക് പോവാ. എവിടെ പോന്ന്? അല്ല, എന്തോ കേക്കല്ല, ടേക്ക്. നമുക്ക് ഷൂട്ട് തുടങ്ങാന്ന്. ഇരിക്കൂ. കേക്ക് പിന്നെ മണിയൻ ചൈനയിൽ പോയിട്ട് വന്നതിന് ശേഷം ഒരുപാട് മാറി. എന്താ മീശയൊക്കെ വളർത്തി. ഇതെന്താ, ഉറിയോ? ഇത് ഉറിയൊന്നുമല്ല സാറേ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ചൈനയിൽ മാത്രം കാണപ്പെടുന്ന ഒരു സംഭവമാണ്. ചൈനയിൽ പോയതിനു ശേഷം പിന്നെ കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ കോലം മാറണമല്ലോ. എങ്ങനെ ഉണ്ട് ചൈനയിലെ പണിയൊക്കെ?
ചൈനയിലെ പണിയൊക്കെ കുഴപ്പമില്ല സാറേ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പണി ചെയ്തിരിക്കുന്ന മഹാ തോൽവിയാണ് ആ പണിയിരിക്കുന്നത്. ഒട്ടും ശരിയായിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് അവര് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ള അതിന്റെ യക്ഷയൊന്നും അടച്ചിട്ടില്ല. അല്ലടി എല്ലടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ല, എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാനിവിടെ മക്കിയാടായിട്ട് നിൽക്കില്ലായിരുന്നു. നിങ്ങൾ കൊണ്ടുപോയില്ലല്ലോ. എല്ലടി. നല്ലൊരു സഹധർമ്മിണിയാണ്, പിന്നെ മണിയന് പറ്റിയ ഭാര്യയാണ്. മണിയന്റെ ജീവിതത്തിലേക്ക് ശാന്ത എങ്ങനെയാണ് കടന്നു വന്നത്? എന്റെ ഊഹം ശരിയാണെങ്കിൽ 1900 അല്ല, എന്റെ ഊഹം ശരിയാണെങ്കിൽ ഞാൻ ഇയാളുടെ കുറച്ചാൾ പണിക്ക് പോയി. വിവാഹത്തിന് മുമ്പ് ഇയാൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് പെണ്ണ് ചോദിക്കായിരുന്നു, എനിക്ക് ശാന്തയെ വേണം. സത്യം പറഞ്ഞ ഞാനങ്ങ് എന്തുപോലെ ആയിപ്പോയി. അങ്ങനെയാ സംഭവം. അങ്ങനെയൊന്നുമല്ല. മണിയന്റെ മുഖത്തത് എഴുതി വെച്ചിട്ടുണ്ട് സംഭവം അങ്ങനെ അല്ലെന്ന്. എന്തോ ശാന്തയോട് അത്രയ്ക്ക് ഇഷ്ടമാണോ മണിയൻ? ഇഷ്ടം കൊണ്ടൊന്നുമല്ല. പിന്നെ ഞാൻ ഇവളെ സ്ഥിരമായിട്ട് എന്റെ കൂടെ പണിക്ക് കൊണ്ട് പോകാറുണ്ട്. മിക്കുള്ള ദിവസങ്ങൾ ഇവളെ കണ്ടിട്ടാണ് ഞാൻ പണി പിടിക്കുന്നത്. പക്ഷെ ഇവളെ എന്നെ തേച്ചിട്ട് പോകും. അങ്ങനെ തേച്ചിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവളെ കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ തേച്ചിട്ട് പോകില്ലല്ലോ എന്നാണ് എന്റെ വിശ്വാസം. എവിടെ പറയുന്നത്? ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ ഇത്രയും കാലത്തെ മേസ്തിരി പണിക്ക്, പിന്നെ ഇല്ലേ? അതിൽ മറക്കാനാവാത്ത ഒരു അനുഭവം ജെഡി ജംഗ്ഷന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ? മറക്കാനാവാത്ത പണിയെന്ന് പറയുമ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൊട്ടാരക്കരയാണെന്ന് തോന്നുന്നു. കൊട്ടാരക്കരല്ല, പിന്നെ നമ്മളെ വാളകത്തിൽ തൊട്ട് സ്ഥലം ഉണ്ടല്ലോ, എന്തെന്ന് വാളകത്തല്ലടി. തന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ രണ്ടോടല്ലേ പോയത്. അഞ്ചലല്ല മറ്റേ എന്തൊരു ഒരു പാറയൊക്കെ ഉണ്ടല്ലോ, ആ പാറ, ജടായി പാറ, അതിന്റെ താഴെ ചടയമംഗലം ഭാഗത്ത് അച്ചായന്റെ വീട്ടിലെ പണിയായിരുന്നു. പുള്ളിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, മണിയൻ നമുക്കൊരു കക്കൂസ് പണിയണം, അത് മണിയന്റെ രീതിയിൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ അന്ന് ക്ലോസറ്റ് വെക്കായിരുന്നു. ഞാൻ സാധാരണ നമ്മൾ ഈ ക്ലോസറ്റിന്റെ ഇരിപ്പിടം ഉണ്ടല്ലോ, ഈ മറ്റേ സാധനം ഉണ്ടല്ലോ, ചവിട്ടി ഇങ്ങനെയാണല്ലോ വെക്കാറുള്ളത്. ഞാനൊരു ചേഞ്ച് അയച്ചു വിട്ടെന്ന് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തു. വീട്ടുകാരപ്പം മറ്റേ ഒളിമ്പിക്സിൽ പോകാൻ പോലെ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഭയങ്കര അഭിപ്രായമായിരുന്നു. ഇല്ല, ഭയങ്കര മോലാളി വന്നിട്ട് ഇങ്ങനെ മുഖത്ത് നോക്കി പറഞ്ഞു, യു ബ്ലഡി ഫുൾ. എനിക്ക് സത്യം പറഞ്ഞാൽ കേട്ടപ്പോഴത്തേക്ക് രോമാഞ്ചമായിരുന്നു. അവിടെ അത്ര പണിക്കാരുണ്ടായിരുന്നു. അവർക്ക് ആർക്കും ഒരു കിട്ടാത്തൊരു ബഹുമാനമാണ് എനിക്ക് ഇന്ന് കിട്ടിയത്. ഓട്ടോടി നമുക്ക് ഒരു വയല് വരെ അല്ലേ ഏട്ടാ? പിന്നെ വയൽ വരെ ഓടി ഓടി. നിങ്ങൾ അപ്പുറം ഞാൻ ഇപ്പുറം കൂടെ അല്ലേ? നമ്മളെ റബ്ബർ കട്ടി വെച്ചാണ് പിന്നെ കണ്ടുപിടിച്ച്. മണിയാ, മണിയന്റെ മുഖത്തിനുള്ളതിനെക്കാട്ടിൽ പ്രസന്നത മണിയന്റെ ഭാര്യയ്ക്കുണ്ട്. ഓ സാറേ, മണിയന്റെ ഭാര്യയ്ക്ക് ഇവിടെ എന്തൊക്കെയോ പറയണമെന്നുണ്ടല്ലോ. ഇത് അങ്ങനെയൊന്നുമില്ല. പക്ഷെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളുകളായിട്ട് ഇയാൾ എനിക്ക് 5 പൈസ തരുന്നില്ല. ഈ ചൈന ഈ കിടക്കുന്നതൊക്കെ മുക്കുവട്ടമാണ്. നിങ്ങൾ ഒരിക്കലും സ്വർണ്ണമാണെന്ന് മുക്കുവണ്ടമാണ്. സത്യമായിട്ട് സാറേ, ഇങ്ങനെ 5 പൈസ തരുന്നില്ല. എൻ്റെ കൊച്ചെന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുന്നു. സാർ ഇത് മേടിക്കണം. മിക്കവാറും ഇത് ഡൈവേഴ്സിലേ പോകും. സാർ നിന്ന് ഇത് ഡൈവേഴ്സ് ചെയ്ത് തരണം എനിക്ക്. എന്റെ പൊന്നു പെങ്കൊച്ച, ഇത് കഥയിലെ ജീവിതമല്ല, ഇത് ജെഡി ജംഗ്ഷനാ. നിന്റെ പ്രശ്നം പരിഹരിക്കാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അല്ല, എന്നാലും എന്റെ വിഷമം ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. മണിയൻ ഒരു കല്യാണം കഴിച്ചു എന്ന് ഞാൻ അറിഞ്ഞു, അതും ചൈനയിൽ ചെന്ന്. ചൈനയില് ഒരെണ്ണം കഴിച്ചു. അതൊരു 6 മാസം ഉണ്ടായിരുന്നുള്ളൂ. 6 മാസം ഉള്ള ദാമ്പത്യ ജീവിതം അതെന്തേ പൊലിഞ്ഞു പോയി? ചൈനയല്ലേ 6 മാസം ഗ്യാരണ്ടി ഉള്ളൂ. ഇതാണ് സാറേ ഞാൻ പറഞ്ഞത്. എവിടെ ജോലിക്ക് പോയാലും അവിടെ ഒരേ പെണ്ണ് കാണും. ഇങ്ങനെയാണെങ്കിൽ ശരിയാവത്തില്ല. ഇത് ശരിയാവത്തില്ല. മണിയന് ഭാര്യ സംശയമുണ്ടോ? എനിക്ക് സംശയമുണ്ട് സാറേ. എന്തിനാണ്? ഇവിടെ ഉള്ള സമയത്ത് എനിക്ക് ഉള്ള സംശയമുണ്ട്. ഇന്നലെ കറണ്ട് പോയ സമയത്ത് ഇവള് എവിടെ പോയെന്ന് ഒന്ന് ചോദിക്കാം. എവിടെ പോയെന്ന്? അത് വേറെ ഒന്നുമല്ല സാറ് കേൾക്കണം. സത്യം ഇതാണ് ഇങ്ങനെ കുഴപ്പം. കോഴിക്ക് തീറ്റ കൊടുക്കാൻ പോയ വെളിയിലാ കോഴി കൊടു കേട്ടോ. ഞാൻ കോഴിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി പോയതാ. കോഴിക്ക് തീറ്റ കൊടുക്കാൻ പോയാ നല്ല കാര്യം തന്നെയാണ് സാറേ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ വീട്ടിൽ കോഴിയുണ്ടോ? ഉണ്ടല്ലോ. അപ്പൊ നിങ്ങളെ വീട്ടിലെ കോഴിക്ക് നിങ്ങൾ എന്ത് തീറ്റയാണ് കൊടുക്കാറുള്ളത്? ഗോതമ്പ്, അരി, അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊടുക്കും. ആണല്ലോ. എന്റെ വീട്ടിലെ കോഴിക്കൂടിന്റെ അടിയിൽ നിന്ന് കിട്ടുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ? പാൻപരാക്കിന്റെ കവറ്, ശംഭുവിന്റെ കവറ്, ബീഡിക്കുറ്റി, അതും പോട്ട്. ഈ ടോർച്ചിന്റെ വെട്ടവടി കാണുമ്പോൾ പാളക്കര നിക്കറോട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉടനെ അത് ഏത് കോഴിയത് എനിക്കറിയാൻ വയ്യാത്ത. നിങ്ങളിത് എന്തോന്ന് പറയുന്ന സാറേ? അതൊന്നുമല്ല, ഇത് വാഴ കിടന്നിങ്ങനെ ഈ ഇല കിടന്ന് അനങ്ങിട്ട് ഇത് കണ്ടിട്ടാ പറയുന്നത്. മണിയൻ അതൊരു വാഴയാണ് മണിയൻ. ഓ, എന്റെ ഭാര്യനെ ഞാൻ സംശയിച്ചു സാറേ. തെറ്റ് എന്റെ ഭാഗത്താണ്. എടി, ഇനിയെങ്കിലും ആ വാഴയുടെ അടുത്ത് നീ പറയണം ഓടുമ്പോ എന്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് പോകുന്നു. കഥകളെന്ന് പറയാൻ ആവശ്യമില്ലാത്ത കഥകള്. മണിയൻ അത് കളയും. മണിയൻ അത് കളയൂ. കളഞ്ഞാണ് സാറേ. പിന്നെ കയറി പറഞ്ഞേ ഞാൻ എന്ത് ചെയ്യാനാണ്? എന്തൊരു സ്വഭാവം ഇത്. അങ്ങനെ ഞാൻ അങ്ങ് പോവാം. തീർന്നത് കാര്യം. ഞാൻ അപ്പഴേ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന്. നിങ്ങളൊരു തർക്കത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞൊരു പരിപാടിക്ക് വേണ്ടി നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാനായിട്ടാണ് ഞാൻ വിളിച്ചത്. മണിയൻ പ്രശസ്തനാവാൻ പോവുകയാണ്. ഭാര്യയ്ക്ക് അതിൽ അഭിമാനിക്കാവുന്ന വിഷയമാണ്. വരട്ടെ. ഇങ്ങോട്ട് വരാനാണോ? അതല്ല, മണിയൻ ചൈനയിൽ പണി ചെയ്തപ്പോൾ അവിടെയുള്ള മണിയന്റെ ഒരു ശിഷ്യൻ മണിയനെ പറ്റി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം. മണിയൻ മേശിരിയെ കുറിച്ച് പറയുമ്പോൾ ശേഷം എനിക്ക് ഒരുപാട് സന്തോഷം. മണിയൻ മേശിരി വളരെ ഗ്രേറ്റ് മേശിരിയാണ്. ദിസ് മേശിരി മഹാശാസ്ത്രോ ചൈനയുടെ വൻമതിൽ അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ടാണ് തീർത്തത്. എനിക്ക് തേക്കാൻ വേണ്ടി പല സംഭവങ്ങളും അദ്ദേഹം എനിക്ക് സഹായിച്ചിട്ടുണ്ട്. 5 മക്കാടും
നാല് അയാളുണ്ടെങ്കിൽ അയാൾ അദ്ദേഹം നിന്നുണ്ട് ശശിവൻ ഞാൻ മണിയൻ മേശ്ശേരി ഈസ് വെരി വെരി ഗ്രേറ്റ്. മണിയൻ മേശ്ശേരിയെ കൂടെ ഒരുപാട് മറ്റാളുണ്ടെങ്കിലും ഒറ്റ വായിക്കി എൻ്റെ കൂടെ മണിയൻ മേശ്ശേരി വല്ലാത്തൊരു ശൗര്യത്തുമായി ശിശു മണിയായിരുന്നു. എനിക്ക് ചിരി വരുന്നത് ഒരുപാട് മണിയൻ മേശ്ശേരി ചാരത്തിൻ്റെ മുകളിൽ നിന്ന് തേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ താഴ്ന്ന ചാന്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ മുകളിലോട്ട് നോക്കിയപ്പോൾ മണിയൻ മേശ്ശേരി അടുത്ത് പറഞ്ഞു, 2 പാളക്കരൻ അണ്ടർ മേടിച്ച് ഇടാൻ പറഞ്ഞു. തറയിൽ നിന്ന് കാണുന്നതിന് ഒരു പരിധിയില്ല. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് ഞാനായിട്ട് പറഞ്ഞു തരണോ അതോ മണിയൻ മേശ്ശേരി തന്നെ പ്രേക്ഷകർക്ക് വേണ്ടി വിവരിക്കാമോ? ചുങ് ചാങ് ചോ എന്ന് പറയുന്നവനാ. ചൈന ഞാൻ പണിക്ക് പോയപ്പോൾ പാപം ദരിദ്രതയ്ക്ക് താഴെ നിൽക്കുകയായിരുന്നു അവൻ. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിവിടെ പണിക്ക് വരട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വാടാ പയ്യ, നിനക്ക് പണിയൊക്കെ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ അത്യാവശ്യം പണിയൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട് അവൻ, കൊട്ടേഷനൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട്. ഈ പേരല്ലേ ഒരു ദിവസം വീട്ടിൽ കൊണ്ടുവന്ന? പിന്നെ ഭയങ്കര രസമാണ്. എന്തോ സംസാരിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്ത് രസമാണെന്ന് അറിയാമോ? എന്റെ പേര് പറഞ്ഞാൽ എന്താ? ഒരുപാട് അങ്ങ് സംസാരിക്കണ്ട കേട്ടാ. ചുങ് ചാങ് ചുങ് ചാങ് ചി. ഞാൻ കാര്യം പറഞ്ഞു, നമ്മൾ ഇന്റർവ്യൂ ആകുമ്പോ കാര്യം പറയണ്ടേ? നീ കുറെ സാർ പറ. നമുക്ക് ചർച്ചകൾ അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കട്ടെ. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് പോകാം. ഷോർട്ട് ബ്രേക്ക്. വേണ്ട, നിങ്ങളൊന്നും പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ മേക്കപ്പ് ചെയ്യുന്നില്ല. നിന്നോട് ഞാൻ മേക്കപ്പ് ചോദിച്ചോടാ, നിന്നോട് ഞാൻ മേക്കപ്പ് ചോദിച്ചോ? ഷൂട്ട് നടക്കയില്ലേ, ഇപ്പൊ ടേക്ക് കഴിയും. താൻ പോയ ഇവിടുന്ന്. അണ്ണാ ഞാൻ ഇവിടെ വന്നോട്ടൊന്ന്. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഞാൻ ഇവിടെ എടാ ഷൂട്ട് നടക്കുന്ന ഫ്ലോർ, നീ ഒന്ന് പോയെ. വീട്ടിൽ നിന്ന് ഷൂട്ടിംഗ് എന്നും പറഞ്ഞാണ് വരുന്നത്. നമ്മളെ ടി വിയിലൊന്നും കാണിക്കുന്നില്ല. ഞാൻ ഇവിടെ വന്നോളാം. ഇനി മേക്കന്മാരെ പിടിച്ച് ഇവിടെ നടക്കരുത്. പോടാ അണ്ണാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെ വിളിക്കാടാ. നീ ഒന്ന് പോടേ. ഞാൻ ഇവിടെ കാണും. ഓ കേട്ടാ. ഓ തിരിച്ചു വരാം JD ജംഗ്ഷനിലേക്ക്. ചൈനയിൽ പോയ മണിയാ. ഓ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഒന്നുകൂടെ കട്ട് ചെയ്യണേ. എന്താ സാറേ? എൻ്റെ ഇത് വരുന്നില്ലടാ. വരുന്നില്ലേ? ആ ഈ ടിക്ക് അടിച്ചാലേ എനിക്ക് മറ്റേ സൗണ്ട് ഇത് വരുള്ളൂ. ചോദ്യം ചോദിക്കാം. അതാണ് സാർ ഈ പേനയും കൊണ്ട് നടക്കുന്നതല്ലേ? കളഞ്ഞ അതിന്റെ സ്പ്രിങ് അടിച്ചു പോയതാണ്. എങ്ങനെയാണ് വരുമ്പോ തൊട്ട ഈ അമ്മക്കല്ലേ ഈ അമ്മക്ക്, പിന്നെ എങ്ങനെ അതിന്റെ സ്പ്രിങ് അടിച്ചു പോകാതിരിക്കും? എനിക്കത് ഞെക്കിയാലേ സൗണ്ട് വരും. ഒരു ഷെഡ്യൂൾ തന്നെ 20,000 രൂപ പേനയ്ക്ക് തന്നെ. 20,000 രൂപ പേനയ്ക്ക് തന്നെ. ഏതെങ്കിലും ഒരു പേനാടേ. ആ മണിയാ. മണിയാ. സൗണ്ട്. മണിയൻ ചൈനയിൽ പോയിട്ട് അവിടെ വച്ച് എന്തെങ്കിലും ഒരു മറക്കാനാവാത്തൊരു അനുഭവം? മറക്കാനാവാത്ത ഒരു അനുഭവം ഉണ്ടായി എനിക്ക്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പയ്യന്മാരെ, ഞാൻ പറഞ്ഞില്ലേ പയ്യന്മാരെ പണിക്ക് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞാൽ കുറെ ചൈന പയ്യന്മാരെ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവമാര് ആരൊക്കെയാണ് വന്ന് ശമ്പളം മേടിച്ചിട്ട് പോണേ നമുക്ക് പറയാൻ പറ്റൂല. എല്ലാത്തിന്റെ മോന്ത ഒരുപോലെ ഇരിക്കുകയല്ലേ. ആരൊക്കെയാണ് വന്ന് മേടിക്കുന്നത് നമുക്ക് വല്ല അറിയാൻ പറ്റുമോ? കയ്യിൽ പൈസ ഇല്ലാത്തത്. ചുരുക്കി പറഞ്ഞാൽ മണിയൻ അവിടെ പറ്റിക്കപ്പെട്ടു. ഒരുപാട് പറ്റിക്കപ്പെട്ടു സാറേ. മറ്റൊരു സംഭവം ഞാൻ അറിഞ്ഞു. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളെ പറ്റി അന്വേഷിച്ചു വന്നപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഭാര്യയും ഭർത്താവും നല്ല കലാകാരിയുമാണ്. പിന്നെ അയ്യോ അങ്ങനെയൊന്നുമില്ല. ശരിയാണ്. ഇല്ല അല്ല കുറേച്ചൊക്കെ ഇല്ല, അത് മുഖത്ത് അറിയാം. നന്നായിട്ട് ഡാൻസ് കളിക്കും. നവരസം വിരിയുന്ന മുഖമാണ്. പിന്നെ നല്ല അഴിഞ്ഞാട്ടക്കാരിയല്ലേ ഇവള്. എനിക്ക് വയ്യ. ശാന്തേ, JD ജംഗ്ഷന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ചെറിയൊരു നൃത്തം ചെയ്യാമോ? അയ്യോ നൃത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കെട്ടിയതിനു ശേഷം പിന്നെ ഞാൻ അങ്ങനെ ചങ്ങല അങ്ങനെ അണിയാറില്ല. ചങ്ങലയല്ല, പിന്നെ മറ്റേ കാത്തള വലത്ത മറ്റേ അത് അവൾ അണിയാറില്ല. അതാണ്. എന്നാലും ഒന്ന് കാണിച്ചോട്ടെ ജസ്റ്റ്. വേണോ? ഞങ്ങൾക്ക് വേണ്ടിട്ടല്ലേ. രഘു CD പ്ലേ. അയ്യോ എനിക്ക് വയ്യത് എവിടെ എത്തോ. ഞാൻ ഡാൻസ് കളിക്കാനല്ലേ പറഞ്ഞു, അല്ലാതെ എന്റെ ഈ ഫ്ലോർ ചവിട്ടി ഇടിക്കാൻ ഞാൻ പറഞ്ഞില്ല. സോറി സാർ, ആവേശത്തില്. ഈ ഡാൻസ് കളിച്ച മണിയന് ഞാനൊരു സർപ്രൈസ് തരട്ടെ. ആരെന്തൊരു തരം പറയണം, പെണ്ണുങ്ങളൊക്കെ ഇരിക്കണം ചുമ്മാ ആവശ്യമില്ലാതെ ചുമ്മാ. അതല്ല മണിയാ, മണിയന് ഞാൻ നല്ലൊരു ഗിഫ്റ്റ് തരട്ടെ. മണിയൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും ഇവരെ ഒന്ന് കാണണമെന്ന്. പണ്ട് ഇവരുടെ വിരലിൽ തൂങ്ങിയാണ് മണിയൻ പാടത്തും പറമ്പിലും സ്കൂളിലും പൊക്കോണ്ടിരുന്നത്. ഇവരുരുട്ടിത്തന്ന ചോറ് ഒരുപാട് മണിയൻ കഴിച്ചിട്ടുണ്ട്. മണിയൻ എന്ന് പറഞ്ഞാൽ അവരെന്ന് പറഞ്ഞാൽ മണിയനും ഭയങ്കര ജീവനായിരുന്നു. കണ്ണ് നിറയുന്നുണ്ടോ? കണ്ണ് നിറയുന്നുണ്ടോ മണിയന്റെ?
ഒന്ന് കരയണം, ഒന്ന് ഉറക്കെ പൊട്ടിക്കരയണം തോന്നുന്നുണ്ടോ? മണിയാ, മണിയൻ കരയുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഭാര്യ എന്നെ നോക്കി കൊഞ്ഞനെ കുത്തുന്നതിനാ. ഞാൻ വിളിക്കട്ടെ, ആ ഗസ്റ്റിനെ ഞാൻ വിളിക്കട്ടെ. ഒരുപക്ഷെ ഈ ഗസ്റ്റിനെ കണ്ടു കഴിഞ്ഞ ശേഷം മണിയൻ എനിക്കൊരു ഉമ്മ തരും. സ്വാഗതം ചെയ്യാം ഭാഗീരഥി തമ്പുരാട്ടി. ഉണ്ണിയേ, എന്റെ ഉണ്ണി വന്നൂലേ? ഉണ്ണിയേ, സാറേ, എന്റെ ഉണ്ണിയവൻ. ഭാഗീരഥി അമ്മയ്ക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞോളൂ. ആ, പണ്ട് ഇവന്റെ അച്ഛന്റെ കൈയും പിടിച്ചേ എന്റെ ഇല്ലത്തേക്ക് വരുമ്പോഴേ ഇവൻ ദേ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ലേ ഉണ്ണിയേ. ആ, അന്നേ തൊടിയിലെ തുമ്പപ്പൂ കാണിച്ചും മൂവാണ്ടമ്മാവിലെ മാങ്ങ കാണിച്ചുവാ ഞാൻ എന്റെ ഉണ്ണീനെ ഊട്ടിയേ ലേ ഉണ്ണിയേ. പരീക്ഷ 10ാം ക്ലാസ് പഠിപ്പിച്ചു. പരീക്ഷയുടെ തലേ ദിവസം എന്താണ് സംഭവിച്ചത്? എന്റെ ഉണ്ണി യവനുണ്ടല്ല എന്റെ ഉമ്മറത്തിരുന്ന് ഓട്ടുരുളി കൊണ്ട് പോയവനാ. ദാ, അവൻ അന്ന് പോയി അവനെ ഞാൻ ഇപ്പഴാ കാണുന്നേ. എന്റെ ഓട്ടുരുളി എവിടെടാ? എന്റെ ഓട്ടുരുളി എവിടെടാ? ദാ, എന്റെ ഓട്ടുരുളിയാണ് എനിക്ക്. എന്റെ ഓട്ടുരുളി എവിടെടാ? ദാ, പോടാ. ദാ, എന്റെ ഓട്ടുരുളി നീ എനിക്ക് തന്നില്ല. നിന്നെ തല്ലിക്കൊല്ലുന്നുണ്ട്. ദാ, നീ അങ്ങ് പുറത്തേക്ക് വരില്ലേ? നിന്റെ അമ്മ ഇങ്ങോട്ട് വാ അമ്മ, ഓട്ടുകളല്ലേ പഠിപ്പിച്ച് ചോറ് കൊടുത്തെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കൊന്ന് വേറെ എന്താ പറയാൻ വരാണെന്ന്. നിങ്ങൾ എന്തിനാ ഈ ആവശ്യത്തിനൊക്കെ പോയത്? നിങ്ങൾ വേറെ ഒന്നുമില്ലായിരുന്നു എടുക്കാൻ. വല്ലാത്ത സർപ്രൈസ് ആയി പോയി. ഞാൻ അറിഞ്ഞില്ല അമ്മ ഇത്രയ്ക്ക് വയലന്റ് ആയിരിക്കും. ഇനി ആരെങ്കിലും ഉണ്ടോ സർപ്രൈസ്? അടുത്ത ചോദ്യം ചോദിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസ് അല്ല, ഞാനല്ല, ഞങ്ങളുടെ സ്വന്തം പ്രൊഡക്ഷൻ കൺട്രോളറാണ്. ചോദിക്കട്ടെ സാറേ? ധൈര്യമായിട്ട് ചോദിക്കുക. അതെ മണിയമ്മേശ്രീ, ഒരു വീട് പണിയാൻ എത്ര സമയം എടുക്കും? സാധാരണ എനിക്കാണെങ്കിൽ എനിക്കൊരു 2 മാസം മതിയാവും, പണിയാൻ പറ്റും പെട്ടെന്ന്. അതിശയകരമായ കാര്യമാണ്. ഓരോ മേശിരിമാരും 1 വർഷവും 2 വർഷവും കൊണ്ട് ചെയ്യുന്ന പണി നിസ്സാരം 2 മാസം കൊണ്ട് ചെയ്യുന്ന മണിയൻ മേശിരിക്ക് നല്ലൊരു കയ്യടി. ഈ ചോദ്യം താൻ ഇവിടെ ചോദിക്കാനുണ്ടാ കാരണം? വേറൊന്നുമില്ല, ഒരു 2 വർഷം മുമ്പ് എൻ്റെ അച്ഛൻ്റെ നിന്ന് 2 മാസം കൊണ്ട് പണി ചെയ്ത് തീർക്കാമെന്നും പറഞ്ഞ് 2 ലക്ഷം രൂപ ഇയാൾ കൊണ്ടുപോയി. അവനത്തെ ഇപ്പോഴും ഇവിടെ വെച്ചാ കാണുന്നത്. ഇന്ന് ഞാൻ കാണിച്ചു തരാണ്, അന്ന് ഒറ്റ കാര്യം കൊണ്ട് എൻ്റെ അച്ഛൻ അറ്റാക്ക് വന്ന് മരിച്ചത്. അറിയാമോ അതിനൊക്കെ? മണിയാ, പറ്റിപ്പോയി. അങ്ങനെ വീണ്ടും ഒരു TV ഷോയുടെ സ്പൂഫ് കൂടി നമ്മൾ കണ്ടിരിക്കുകയാണ്. നന്നായിട്ട് പ്രസന്റ് ചെയ്തു, വെരി ഗുഡ്. മണിമേശ്രീ, ചൈനയിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും താടി ഇങ്ങനെയാണോ? ഇങ്ങനെയാണ് ചൈനയുടെ പുരുകവും പൊക്കി, പുരുകം പൊക്കി ചൈനക്കാരനായി. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു, പക്ഷേ നിങ്ങൾ ചൈനയുടെ കുറച്ചും കൂടെ പ്രസക്ത ഭാഗങ്ങൾ ഇനിയും വരും എന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ചൈന ഇച്ചിരി കൂടെ വരായിരുന്നു തോന്നി അല്ലേ? എന്തായാലും ചൈനക്കാരനെ കാണിച്ചത് കറക്റ്റായിട്ട് ഡബ് ചെയ്ത് മേസ്ത്രിയുടെ കുറേ വിശേഷങ്ങളൊക്കെ അയാൾ പറഞ്ഞു. എന്തായാലും മൊത്തത്തിൽ നല്ല രസമുള്ള സ്കിറ്റായിരുന്നു. നമുക്ക് അഭിപ്രായം ചോദിക്കാം. വിനിച്ചേട്ടാ? അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറയുമ്പോൾ ഈ സ്കിറ്റ് കണ്ടപ്പോൾ എനിക്കൊരു എൻ്റെ മിമിക്രി തുടങ്ങുന്ന സമയത്തുള്ള ഒരു കോമഡി ഓർമ്മ വരുവാണ്. ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ എൻ്റെ 2 കൂട്ടുകാർ മിമിക്രി ആർട്ടിസ്റ്റുകളാണ്. ഒരുത്തൻ നന്നായിട്ട് മിമിക്രി കളിക്കും, അടുത്തവനും അത്യാവശ്യം നന്നായിട്ട് മിമിക്രി കളിക്കും. ഈ ശരിക്കും മിമിക്രി കളിക്കുന്നവന് മിമിക്രി ഇല്ലാത്ത സമയത്ത് മെയ്സൻ പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ്. അതെ, പരിപാടി ഇല്ലാത്ത സമയത്ത്. മറ്റവന് അത്യാവശ്യം പെർഫോം ചെയ്യാനുള്ള കഴിവുള്ള വിദേശത്തൊക്കെ പോയി ഭയങ്കരമായിട്ട് പ്രോഗ്രാമൊക്കെ ചെയ്യുന്നു, തിരിച്ചു വരുന്നു, വിദേശത്ത് പോകുന്നു, ഇവിടെയുള്ള ചെറിയ പരിപാടികളൊക്കെ കളിക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം ഈ പാവപ്പെട്ട ഈ പയ്യൻ ചോദിച്ചു, എടാ എന്നെ ഒന്നും വിദേശത്ത് കൊണ്ടാകുമോ? അപ്പം പറഞ്ഞു, ആ ശരി നോക്കട്ടെ, അടുത്ത പ്രാവശ്യം നിന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് ഈ പാവപ്പെട്ടവനെ കൊണ്ട് ഒരു പ്രാവശ്യം ഗൾഫിൽ ചെന്നു. ഗൾഫിൽ വിദേശത്ത് പരിപാടിക്ക് ചെന്നപ്പം അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെ. അപ്പം സ്ഥിരം പോണവൻ ഒരു ബ്രെഡ് എടുത്തിട്ട് അതിനകത്ത് ജാമൊക്കെ പുരട്ടി
അതിങ്ങനെ ഒരെണ്ണം കൂടെ വെച്ചിട്ട് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇതുവരെ ഗൾഫിൽ പോകാത്തവൻ 4 ബ്രെഡ് ഇത് തേച്ച് തിന്നു. അപ്പം ഇവൻ ചോദിക്കുക, നീ ഇരിക്കുമ്പോൾ ഗൾഫിൽ വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് തിന്നാൻ കഴിയുന്നു? അവൻ പറയാ, എനിക്ക് നാട്ടിൽ ടൈൽസിൻ്റെ വർക്കല്ലേ എന്ന്. അതുപോലെ നല്ല ജോഡികളായിരുന്നു. അതിനുവേണ്ടി കുറച്ച് എഫേർട്ട് ഒക്കെ എടുത്തിട്ടുണ്ട്. പുറത്തൊക്കെ പോയി ഔട്ട്ഡോർ ഷൂട്ടൊക്കെ ചെയ്ത് ചെയ്തു. അതുപോലെ ഭാര്യയും ഭർത്താവും കണ്ടോ എന്ത് ജോഡിയാന്ന് നോക്കി, അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ എല്ലാവരും തന്നെ നന്നായിരുന്നു, അടിപൊളി. ചേട്ടാ നന്നായിരുന്നു. പക്ഷെ ഞാനും പ്രതീക്ഷിച്ചു ചൈനയുടെ കുറെ സംഭവങ്ങളോ കുറെ ദ്വീപ് ചൈനയിൽ പോയി കഴിച്ച ഫുഡോ അങ്ങനെ എന്തെങ്കിലും കൂടെ വരും എന്ന് വിചാരിച്ചു. ദ്വീപിന്റെ കയ്യിൽ നിന്ന്, പിന്നെ ദ്വീപ് സ്പോർട്ട് കൊമേഡിയനാണ്, പെട്ടെന്ന് സാധനങ്ങൾ വരും ദ്വീപിന്റെ കയ്യിൽ നിന്ന്. ഞാൻ ദ്വീപിൻ്റെ അന്ന് കുറേ കൂടെ പ്രതീക്ഷിച്ചു, കുറച്ച് ചിരിക്കാൻ വേണ്ടി ഞായിരുന്നു. പക്ഷേ ഷാബും കൂടെ വന്നിട്ട് തകർത്തു. ഞാനും ഷാബുമൊക്കെ ഒരുമിച്ച് മെമിക്രി കളിച്ചു. ഷാബു പിന്നെ ദ്വീപ് എൻ്റെ ട്രൂപ്പിൽ വർക്ക് ചെയ്യണം. പിന്നെ എടുത്തു പറയാൻ നന്നായിരുന്നു. ഞാൻ കുറേ ചിരിക്കണമെന്ന് പ്രതീക്ഷിച്ച്, ദീപുവിൻ്റെ നിപ്പം ഇതൊക്കെ കണ്ടപ്പം കുറേ ചിരിക്കണമെന്ന് പ്രതീക്ഷിച്ചു. ഞാൻ മുതലാളിനെ കണ്ട് പേടിച്ചതായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ബ്രിട്ടാസ് സാറിന്റെ ഡൂപ്പ് ചെയ്താണ് നന്നായിട്ട് ശ്രീജിത്ത് എനിക്ക് ആദ്യമായിട്ട് ഇത്ര ത്രൂ ഔട്ട് ഒരു ഇതിൽ നിൽക്കണം. ശ്രീജിത്ത് ഇടയ്ക്കൊക്കെ വന്നു പോലായിരുന്നു കൂടുതലും. ഇന്ന് എന്തായാലും ഫുൾ ടൈം ഇവിടെ ഉണ്ടായിരുന്നു. ഡെനീഷ് ഭംഗിയായിരുന്നു. പിന്നെ ചേച്ചി നല്ലൊരു ഡ്രാമ പെർഫോമൻസ് കാഴ്ചവെച്ച് ലാസ്റ്റ് ക്ലൈമാക്സിൽ ദീപുവിൻ്റെ കുരവളെ പിടിച്ച് ടോട്ടൽ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഷാബു അറിയാമല്ലോ, ഈ ഫീമെയിൽ ഇങ്ങനെയുള്ള ക്യാരക്ടർ ചെയ്യാൻ ഷാബുവിനെ കൊണ്ട് കളഞ്ഞാൽ മതി. ഷാബു തൂത്തുവാരിട്ട് തരും. അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഓഡിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു സ്കിറ്റ്? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ മണിയമ്മ സ്ത്രീയും ടീമിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ടീമിന് നമുക്ക് എത്ര സ്റ്റാർസ് കൊടുക്കാം? 4 and 3 അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ്. അതിൽ 4 ആണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ 4 സ്റ്റാർസ് ആണ് ഇന്നത്തെ നിങ്ങളുടെ പെർഫോമൻസിന് കിട്ടുന്നത്. അതിനോടൊപ്പം നിങ്ങൾക്ക് കിട്ടുന്നു പാലക്കാട് ജ്വൽസ് തരുന്ന 1 gram ഗോൾഡിൽ പൊതിഞ്ഞ ഒരു പൊന്നാന, ഒപ്പം 5000 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചർ. ഈ സമ്മാനങ്ങൾ ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യാണ് ബിനു ചേട്ടനെയും നോബു ചേട്ടനെയും. കോമഡി മസാലയുടെ വേദിയിൽ അടുത്തതായി നടക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. അതിനുവേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രഞ്ജോ കൃഷ്ണ. രഞ്ജോ എന്ത് ചെയ്യുന്നു? രഞ്ജോ ഞാൻ പഠിച്ചു. എന്താ പഠിച്ചേ? ഞാൻ IT കോഴ്സാണ് പഠിച്ചത്. IT ആണ് പഠിച്ചത്. ഓക്കെ, ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത്? അത് ഞാൻ തെറിയിലെ വിജയുടെ മലയാളം ചെയ്ത. അയ്യോ സാറേ, ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ല. എൻ്റെ പേര് ജോസഫ് കുരുവിള. എൻ്റെ നാട് ഫാമിലി ബ്രിട്ടീഷുകാരുടെ കാലത്തിൽ എൻ്റെ വല്യപ്പച്ചൻ നിക്കോളാസ് കുരുവിള. ഇപ്പോഴത് കഴിഞ്ഞ് ഞാൻ അറിയാതെ ചേട്ടൻ്റെ പേരിലൊരു കംപ്ലൈൻറ്റ് കൊടുത്തു. ഇനി അതിൻ്റെ മേലെ യാതൊരു പ്രശ്നം വേണ്ടാണ്ട് சொல்லிட்டு കേസ് വിഡ്രോ பண்ணுறேன். ഞാൻ ഒപ്പിട്ടിട്ട് പോകാമോ അതോ നിൽക്കണം? ഇനി അടുത്തത് സൂര്യസാണ്. അടുത്തത് സൂര്യയുടെ വോയിസ് ആണ് ചെയ്യാൻ പോകുന്നത്. സൂര്യസാറിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ ലൈവ് പെർഫോമൻസ് അതാണ്. சூர்யா பேசுறேன். அதான் தானா சேர்ந்த கூட்டத்தோட ரிலீஸ் நான் உங்களை பார்த்துருக்கு. என்ன சடக்கு மேல சோங்க எப்படி இருக்கு? சும்மா கெத்தா இருக்கு. என்ஜாய் பண்ணலாமா? അടുത്തായിട്ട് വെള്ളാപ്പള്ളി നടേശ സാറ് ബാഹുബലിയിലെ കാലകേൻ്റെ ഡയലോഗ് പറഞ്ഞ എൻ്റെ അമ്മേ. അത് നിന്ദ ജ്യൂസ് ഇത് ഏത് ഭാഷ അല്ലെങ്കിൽ തന്നെ പുള്ളി പറയണ മനസ്സിലാവണല്ല. കാലകയും പുള്ളി പറയുന്നത് കറക്റ്റ് ആവാറില്ല. അതാണ് എനിക്ക് അതെങ്കിലും പറയാം. അതാ പറഞ്ഞത്, പുള്ളി പറയണ മനസ്സിലാവാറില്ല, ഈ കാലകയും പറയണ മനസ്സിലാവില്ല. രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ടുണ്ടായിരുന്നു. പറയൂ. അടുത്ത കൊച്ചു പ്രേമൻ ചേട്ടൻ. പക്ഷെ പട്ടി വീട്ടുള്ള ഏർപ്പാട് അതത്ര നല്ലതല്ല കേട്ടോ. പട്ടി വിട്ട് എന്നത് ബോർഡ് വെക്കുന്നതിനെക്കാട്ടി നല്ലത് ഇവിടെ ഒരു കുട്ടിയുണ്ട് മുണ്ട് സൂക്ഷിക്കുക എന്നൊരു ബോർഡ് വെച്ചാൽ വളരെ നന്നായിരിക്കും. ഇതൊന്നും ചാനലിലൊന്നും വരുന്നില്ലല്ലേ?
അടുത്തായിട്ട് ഞാൻ ശിവകാർത്തിൻ്റെ വോയിസാണ് ചെയ്യുന്നത്. ശിവകാർത്തിൻ്റെ വോയിസ് ഇവിടെ ഇരിക്കുന്ന പലർക്കും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിൽ ഞാൻ ട്രൈ ചെയ്യണം. ശിവകാർത്തികേയന്റെ വോയിസ് ആണ്. യെസ്. ഓയ് സെൽഫേ ஓய் ஃபர்ஸ்ட் எந்த ஒரு பொண்ணு முன்னாடி நிற்கிற இப்படி உன்னை கண்டுபிடிக்கிறது 26 வருஷம் ஆச்சு. அதுக்கு மேலே நான் பதில் சொல்ல முடியாது. ஸோ நான் டக்குன்னு சொல்லிடுறேன், நான் உன்னை லவ் பண்ணுறேன். நீ டக்குன்னு சொல்லிடாதே, கொஞ்சம் டைம் எடுத்துக்கோ, வெயிட் பண்ணுறேன், வரேன். ഓക്കെ, ഗുഡ് ജോബ്. ഇനി ഇനി കുറച്ച് സിംഗേഴ്സിൻ്റെ സൗണ്ട്, സിംഗേഴ്സിന്റെ ശബ്ദത്തിൽ പാടാൻ പോവാണ്. ഓക്കെ. ആദ്യമായിട്ട് ഞാൻ പാടുന്നത് ചാന്തുവട്ടം സിനിമയിലെ ജാനകിയമ്മ പാടിയ ആഴക്കടലിൽ. ഓക്കെ. അടുത്തതായിട്ട് വിജയ് പാടിയ തെറിയിലൊരു സോങ്ങാണ് അടുത്ത പാട്ട്. വിജയ് voice. ഓക്കെ, വിജയുടെ വോയിസിൽ പാടാൻ പോവാണ്. ஒன்று ஒன்று கண்ணு கண்ணு கல்லா குட்டிய என் காதக்குள்ள செத்து வச்சா கல்லா பட்டிய பெட்டி மச்சா பட்டா நீயா விட்டா மிட்டாசி என் விரல பட்டா வெடிக்க எந்த கல்லா பட்டாசு. ஐ ஃபார் யூ and for me சந்தாக்கா சுனாமி and for me for you சந்தாக்கா സുനാമി. സ്പോട്ട് ഡബിങ് ഞാൻ ചെയ്യാൻ പോകുന്നത് തെറി എന്ന സിനിമയിലെ വിജയുടെ ഒരു തെറി വിട്ടിട്ട് ഒരു പരിപാടിയില്ലല്ലേ? അതാണ് എൻ്റെ കഞ്ഞികുടി. ഓക്കെ, തെറി എന്നുള്ള മൂവിയില് വിജയുടെ ക്യാരക്ടറിന്റെ ഒരു സ്പോട്ട് ഡബിങ് ആണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത് അല്ലേ? ശരി, നമുക്ക് കണ്ടു നോക്കാം. தெரியல சார். அவன் யாரா இருந்தா சரி, அவனுக்கு சாவுக்கு மேல பெருசா நான் ஒரு தண்டனை கொடுத்தான். சார் உங்க புள்ள உத்தமனா? யூர் அக்யூஸ்ட் ரேபிஸ்ட் கிரிமினல் சாபம் சார். யாரு விட்டுச்சு? அதான் ஒரு பொண்ணோட கேஸ் 10 மணி நேரத்துல அவ யார் அவளை ரேப் பண்ணாங்க கண்டுபிடிச்ச நீ, அடுத்த 10 மணி நேரம் நான் உனக்கு டைம் தான். என் மகனுக்கு உனது யாருன்னு தெரிஞ்சாகணும். அவனுக்கு சாவுக்கு மேல பெரிய தண்டனை நான் கொடுத்து ஆகணும். யார் வேணா இருக்கலாம் சார், பப்ளிக்காக இருக்கலாம், அந்த ப்ரெஸ் பீப்புளாக இருக்கலாம், அந்த பொண்ணோட அம்மாவாக இருக்கலாம், அப்பாவாக இருக்கலாம், அண்ணா இருக்கலாம். அந்த அண்ணன் ஒரு போலீஸ் வரக்கூடாதா? அவர் பேர் IPS വിജയ് കുമാറാக இருக்கக்கூடாதா? ഗുഡ് ജോബ്, ഗുഡ് ജോബ്. അങ്ങനെ രഞ്ജോ സ്റ്റാർസിനെ ഇമിറ്റേറ്റ് ചെയ്തു, അതുപോലെ സിംഗേഴ്സിന്റെ വോയിസിൽ പാടി, ഇപ്പൊ സ്പോട്ട് ഡബും ചെയ്തിരിക്കുകയാണ്. ഗുഡ് അറ്റംപ്റ്റ്. എന്ത് പറയുന്നു? എന്താണ് സജഷൻസ്, അഭിപ്രായങ്ങളൊക്കെ പറയാനുള്ളത്? നല്ലായിരുന്നു കേട്ടോ. ഉള്ളില് ബെഡിലൊരു വിജയ് കിടപ്പുണ്ട് അല്ലേ? ഉണ്ട്. ആ ഏത് സ്റ്റാർ ചെയ്യുമ്പോഴാ ഒരു സ്റ്റാറിൻ്റെ ഒരു സംഭവം കിടപ്പുണ്ട്. പിന്നെ പാട്ടിൻ്റെ പാടുമ്പോൾ ഇച്ചിരി ഒരു ആമിനാത്താത്ത കയറി കിടപ്പുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുപോലെ നമ്മളൊരു പാട്ട് പാടി തുടങ്ങില്ല, ഫീമെയിൽ പാട്ട് പാടി തുടങ്ങുമ്പം മെയിലോയിസ് കീറി വന്നിട്ടാണ് ഫീമെയിലിലേക്ക് പോകണം അല്ലേ? അങ്ങനെ ഒരു ചെറിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അല്ല, അതങ്ങ് ശ്രദ്ധിച്ചാൽ മതി. തുടക്കം നമ്മളൊക്കെ തുടക്കക്കാരല്ലേ, അപ്പോൾ അതങ്ങ് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എല്ലാം അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. മോനെ നന്നായിരുന്നു കേട്ടോ. മോൻ്റെ വീട് ഇവിടെ ചിറക്കര ചാത്തന്നൂർ. ആ ആ അപ്പോൾ എന്തായാലും ഭംഗിയായിരുന്നു മോനെ കേട്ടോ, അടിപൊളിയായിരുന്നു. യെസ്, അപ്പോൾ നമുക്ക് രഞ്ജോയ്ക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം.
യെസ്, അപ്പോൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ പെർഫെക്ഷനായിട്ട് ഇനി നമുക്ക് കാണാം. ഓക്കെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. ഒന്നുമല്ലെന്നേ, എനിക്ക് ഈ മാങ്ങ ഭയങ്കര ഇഷ്ടമാണേ. മാവിന്റെ ചുട്ടിൽ മാങ്ങ കിടന്ന് ഞാൻ എടുത്ത് കടിച്ചു. പെട്ടെന്നൊരു ഏറ് വന്ന് എന്റെ പെടലിക്ക്. ആര്? ഞാൻ തിരിഞ്ഞു നോക്കാൻ പറയാം, നീ നിപ്പോ വൈറസ് വരുത്തു അല്ലടാ വവ്വാലേന്ന് ചോദിച്ചൊരു 16 എണ്ണം എന്റെ പുറകില്. ഞാൻ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു വന്നതല്ലേ. സത്യം, സത്യം. ഞാൻ വക്കീലാണെന്നും എന്നാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചേംബറിൽ 2 ജഡ്ജിമാരിരിക്കുന്നത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, എൻ്റെ ഒരു സങ്കടം പറയാണ്, ഞങ്ങളുടെ ഈ ഗൗൺ ഒന്ന് മാറ്റിയിട്ട് ഒരു 3/4 ടീഷർട്ടും ആക്കി തന്ന വലിയ ഉപകാരമായി. അതെ 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 അതെ. മിസ്റ്റർ, ഇത് കോടതിയല്ല. അത് കോടതിയല്ല. അല്ലല്ല. ശരിയാണല്ലോ, ഇത് കോടതി ക്യാൻറ്റീൻ ആണല്ലേ. എന്താ അല്ല എഴുതി വെച്ചേക്കുന്ന കോടതിയിൽ മസാല ദോശ. ഇവിടുത്തെ കോമഡി മസാല നിങ്ങൾ സൂക്ഷിച്ച് വായിച്ചു നോക്ക്. അയ്യോ, അപ്പുറത്തോട്ട് അക്ഷരം ഇല്ലായിരുന്നില്ലേ, എനിക്ക് എത്തച്ച് തോന്നിയതാണ്. അല്ല, വക്കീലാന്ന് മനസ്സിലായി. അതെ. എന്താ ഇങ്ങോട്ട് വന്നതിന്റെ കാര്യം മനസ്സിലായി? എൻ്റെ പേര് ശാന്തൻ, അഡ്വക്കേറ്റ് ശാന്തൻ. അഡ്വക്കേറ്റ് ശാന്തൻ. പേരും സ്വഭാവം തിരിഞ്ഞു പോയില്ലേ? അതെന്താണ്? ശാന്തൻ പേരും വായിന്ന് ഭയങ്കര സ്പീഡിലുള്ള സംസാരം. അതൊരു വക്കീലാകുമ്പോൾ അങ്ങനെയല്ലേ വേണ്ടത്? അല്ലേ അല്ലേ? അതെ അതെ. അല്ല, ഞങ്ങൾ ഒരു വക്കീലിനെ ഞാനിങ്ങനെ തേടി നടക്കുവായിരുന്നു. എന്തായിരുന്നു കാര്യം എന്താ വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ലേഡി, സീരിയൽ നടിയാ. അതെ. പുള്ളിക്കാരത്തിന്റെ ഒരു 10 പവന്റെ ഒരു നെക്ലേസ് മാല നഷ്ടപ്പെട്ടു. ആ കേസ് നിങ്ങളടുത്ത് വാദിച്ച് വിജയിച്ച് നിങ്ങൾ കോടീശ്വരനായിരിക്കും. ആരുടെയാണ് കേസ്? ആരുടെയാണ്? സീരിയൽ നടിയുടെ. എടുക്കില്ല. സീരിയൽ നടിയുടെ കേസ് ഞാൻ എടുക്കാറില്ല. അല്ല, സീരിയൽ നടി നല്ല പൈസ കിട്ടും. നല്ല പൈസ വേണ്ട എനിക്ക്. ആ പൈസ വേണ്ട എനിക്ക്. സീരിയൽ നടിയുടെ കേസ് വേണ്ട എനിക്ക്. അല്ല, സീരിയൽ നടിയുടെ നെക്ലേസ് ആണ് നഷ്ടപ്പെട്ടത്. അത് ആയിക്കോട്ടെ, അവര് സീരിയൽ അഭിനയിച്ചുണ്ടാക്കിയ പൈസക്ക് മേടിച്ച നെക്ലസ് അല്ലേ, അത് പൊയ്ക്കോട്ടെ. ഞാൻ കേസ് എടുക്കില്ല. അത് അല്ല, ഈ സീരിയൽ നടിക്കുമ്പോ സെലിബ്രിറ്റിയാണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് രക്ഷപ്പെടും. എന്തായാലും സീരിയൽ നടിയുടെ ഒരു കേസ് ഞാൻ വാദിക്കത്തില്ല. അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? എന്റെ സഹോദരിമാരെ കണ്ണിലഴ്ത്തി ഉണ്ടാക്കിയ പൈസയാണത്. സന്ധി കഴിഞ്ഞ് ഒറ്റ എണ്ണത്തിന് എന്ത് കരച്ചിലാണെന്നറിയോ? പെറ്റ തല നോക്കിയിരിക്കില്ല. അതുപോലെ കരയിപ്പിച്ചുണ്ടാക്കിയ പൈസ പോട്ടെ, ഞാൻ വാദിക്കില്ല. വേണ്ടല്ലേ? വക്കീലെ, ഞാൻ വേറൊരു കേസ് ചോദിക്കട്ടെ? പറയൂ. നമ്മൾ ഈ ഉദാഹരണം, ചിലർ, എല്ലാവരും സ്വഭാവമല്ല, ചിലർ ഈ താലിമാല പൊട്ടിച്ച് കളയുമല്ലോ വഴക്കൂടുന്ന സമയത്ത്. അതെ. ഈ താലിമാല പൊട്ടിച്ചാൽ എത്ര വർഷത്തെ ശിക്ഷ കിട്ടും? 3 വർഷത്തെ കഠിന തടവാണ്. പിന്നെ അത് കെട്ടുന്നവന് ജീവപര്യന്തം. അത് പെണ്ണുങ്ങൾ കൊടുത്തു. ഇത് പറഞ്ഞപ്പോഴാ എനിക്ക് വക്കീൽ ഇത് ഇവിടെ പറയാൻ പോകണമെന്ന് എനിക്കറിയില്ല. എനിക്കൊരു ഡൈവോഴ്സ് വേണം. എന്താ വേണമെന്ന്? ഡൈവോഴ്സ് വേണം. ഇത് ചാഴക്കടയില് അലമാരയിൽ ഉണ്ടാക്കുന്ന ഉണ്ടപ്പുരിയല്ല. ചോദിക്കുമ്പോൾ എടുത്ത തരാൻ കാരണങ്ങൾ പറയണം. അതല്ലെന്ന്, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയെ ഭയങ്കരമായിട്ട് നന്നായിട്ട് സ്നേഹിക്കുന്നു, കുടുംബം നന്നായിട്ട് നോക്കുന്നു. ഞാൻ ഈ 3 മാസങ്ങൾക്ക് മുമ്പ് അവൾക്ക് ഒരു TV മേടിച്ചു കൊടുത്തു. ഈ TV മേടിച്ച് കൊടുത്തതിന് ശേഷം അവൾ അടുക്കളയിൽ കയറിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അവളോട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് ഡൈവോഴ്സ് വേണം. എനിക്ക് ഇത് ഇത്ര വലിയ കോമഡിയാണോ? അതല്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യണം മിസ്റ്റർ? അതെനിക്ക് ഡൈവോഴ്സ് മേടിച്ച അതല്ല. അപ്പൊ ഞാൻ എന്റെ ഭാഗം വെച്ച് നിൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം പറഞ്ഞു തരാം. മറ്റൊന്നുമല്ല, എന്റെ ഭാര്യയ്ക്ക് ഞാനൊരു മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു. 1.5 വർഷം ആളിയാ അവള് ബെഡ്റൂമിൽ വന്നത്. ഓർത്താൽ അതിൽ തന്നെയാണ് കിടപ്പ് ഇരിപ്പും എല്ലാം അതിന്റെ പുറത്ത് തന്നെയാണ്. മനസ്സിലായില്ലേ? പിന്നെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവിടെ കാണും, ഫാമിലി ഗ്രൂപ്പ് വെച്ച്. അല്ലാതെ അവിടെ കാണാറേ ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ഒന്ന് പറ. അടപ്പ് എങ്ങനെയുണ്ട്? വാദമൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. വാദം ഇല്ല, വെരിക്കോസ് വെയിൻ ഉണ്ട്. സുഹൃത്തിന്റെ അസുഖത്തിന്റെ കാര്യമല്ല ചോദിച്ചാ, പിന്നെ കേസും വാദമൊക്കെ ഉണ്ടോന്ന് വാദമൊക്കെ ഉണ്ട്. എന്റെ പേര് ഒരുപാട് കേസുകളുണ്ട്. ഞാൻ അറിയാതെ വന്ന് പെടുന്നതാണ് കേസുകൾ. ആണല്ലേ? അപ്പൊ ഈ ഇടയ്ക്ക് ഒരു കേസ് വന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മുടെ സങ്കടം വരും. പാലത്തിൽ കൂടെ ഞാൻ വണ്ടി ഓടിച്ചതിന് കേസ്. പാലത്തിൽ കൂടെ പിന്നെ വണ്ടി ഓടിക്കണ്ടേ? പിന്നെ ബോട്ട് ഓടിക്കാൻ പറ്റുമോ? അതാണ് കേസ് വന്നു. എന്താ കാര്യം? മറ്റൊന്നുമല്ല, മദ്യലഹരിയിൽ ഒരു മനുഷ്യൻ കിടക്കുകയായിരുന്നു. അയാളുടെ മൂക്കിന്റെ പാലത്തിലാണ് ഞാൻ ബൈക്ക് ഓടിച്ചത്. അങ്ങനെയാണ് കേസായത്. അങ്ങനെ കേസ് വരുമോ? അല്ല, കേസ് വരില്ല. അങ്ങനെ വരാൻ സാധ്യതയില്ല, പാലമല്ലേ. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ കേസ് വാദിച്ച് ഓരോരുത്തർ രക്ഷപ്പെടുത്താറുമുണ്ട്. ആണോ? പിന്നെ ഞാൻ എത്രയോ കേസുകൾ നമ്മുടെ അടുത്തുള്ളവരെ ഒരുപാട് ഞാൻ സഹായിക്കും. എന്റെ ഒരു സുഹൃത്ത് പിന്നെ ഒരു ബൈക്ക് കേസ് പോലീസ് പിടിച്ചു. ഒരു ഉഴവൂർ മോഹനൻ. പുള്ളിയുടെ കേസ് എന്തെങ്കിലും? ഉഴവൂർ മോഹനൻ അങ്ങനെ അല്ലല്ലോ ആ വ്യക്തിയുടെ പേര്. ജോസ് എന്നോ മറ്റോ അല്ലേ? അത് വിളിപ്പേര്. സർട്ടിഫിക്കറ്റ് നെയിം ഉഴവൂർ മോഹനൻ. ഞാൻ ശ്രമിക്കാം. ഓക്കെ. അപ്പം ഞാൻ പറയട്ടെ, എൻ്റെ അയൽവക്കത്തുള്ള ഒരാളെ രക്ഷിച്ച കഥ ഞാൻ പറയാം. അത് മറ്റൊന്നുമല്ല, ഇയാള് സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്ത് പറയാലും ഇരട്ടിച്ച് പറയും.
ഇരട്ടിച്ച് പറയോ? ഇരട്ടിച്ച് പറയും. എന്ത് സംസാരം ഏത് വാക്ക് പറയാലും ഇരട്ടിച്ച് പറയും. അപ്പൊ കടലാസ് എന്ന് പറഞ്ഞാൽ കടലാസും കിടലാസും. ചോറെന്ന് പറഞ്ഞാൽ ചോറ് കീറും. ചോറ് കീറോ? അങ്ങനെ പറയും. അപ്പൊ കറി എന്ന് പറഞ്ഞാലും അത് ഇനി ആ ചെവി പറഞ്ഞു തരാം. വേണ്ട വേണ്ട. അല്ല പിന്നെ ഞാൻ എന്താ പറയുന്നത്, അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണ് അയാളെ ഞാൻ കോടതിയിൽ കൊണ്ട് നിർത്തി വാദിക്കുകയാണ്. വാദിച്ച് ഞാൻ ഒരുമാതിരി അങ്ങനെ രക്ഷപ്പെടും എന്ന വക്കത്തായപ്പോൾ ജഡ്ജി എൻ്റെ കക്ഷിയോട് ചോദിച്ചു, നീ ആധാരം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഇരട്ടിച്ച് പറയുന്നവനല്ലേ അവൻ പെട്ടെന്ന് ഞാൻ ആധാരം കീതാരം ഒന്നും എടുത്തില്ലെന്ന് പറഞ്ഞു. അത് ജഡ്ജിക്ക് ഇഷ്ടപ്പെട്ടില്ല. കീതാരം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് പറയാൻ പറഞ്ഞു. അത് പറഞ്ഞാൽ നിന്നെ ഇവിടെ രക്ഷപ്പെടുത്തില്ല, അല്ലെങ്കിൽ നിനക്ക് കഠിന നടപടി ഇനി ഞാൻ കൂട്ടിത്തരുമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ കീതാരം എന്താ, കീതാരം അവൻ പപ്പ അടിക്കുക, കീതാരം പറഞ്ഞും പോയി കീതാരം. അപ്പം ജഡ്ജി എന്നെ നോക്കി, തൻ്റെ കക്ഷിയല്ലേ ചോദിച്ചു. അതെ, താൻ പറയൂ അർത്ഥം എന്ന് പറഞ്ഞു. പെട്ടെന്ന് ദൈവമായിട്ടൊരു ഐഡിയ തന്നു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഈ ആധാരം പൊതിയുന്ന പേപ്പറാണ് കീതാരം എന്ന് പറഞ്ഞു. അപ്പോഴാണ് അത് ജഡ്ജിക്ക് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അവൻ അങ്ങനെ ഇതൊന്ന് കേട്ടെ. ഹലോ വക്കീലേ, പുള്ളി ആ മാല ഒന്ന് ഇടട്ടെ. വേണ്ട മാല വേണ്ട, അവനിടണ്ട. അത് വിഷയമാണ്. അതാണ് ഇയാള് ജയിപ്പിച്ച വല്ല പ്രതിയായിരിക്കും. പുള്ളിയെ മാല ഇടട്ടെ. ജയിപ്പിച്ച പ്രതിയായിരിക്കും. ഇവനോ? ഇവനാരാ നിങ്ങൾക്കറിയോ? ഇവനെ പീഡനക്കേസിലെ പ്രതിയാണവൻ. പീഡനക്കേസിലെ പ്രതിയോ? അതെ. പീഡനക്കേസിലെ പ്രതിയാണ് ഇയാള്. അങ്ങനെ ചെറിയൊരു അബദ്ധം എനിക്ക് പറ്റി. ചെറിയൊരബദ്ധം. മനുഷ്യനല്ലേ, ഒരു അബദ്ധം പറ്റിപ്പോയി. ഈ വക്കീലുള്ളതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. ആണല്ലേ? അങ്ങനെ വക്കീലുള്ളതുകൊണ്ട് നിങ്ങളിവിടെ അങ്ങനെ നിങ്ങളുടെ സംസാരം കേട്ടാ തോന്നും, യവന്റെ സംസാരം കേട്ടപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും തോന്നിയത് ഞാൻ ബാധിച്ചവൻ രക്ഷപ്പെടുത്തിയെന്നാണോ? അല്ലല്ല, ഞാൻ എവന് വേണ്ടിയല്ല ബാധിച്ചത്. പീഡനത്തിന് ഇരയായപ്പെട്ട ആ കുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ ബാധിച്ചത്. ആ കുട്ടിക്ക് 6 വർഷത്തെ കഠിന തടവ്. യവൻ ഫ്രീയുമായി. ഈ വക്കീലുള്ളതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ ജീവനോടെ നിൽക്കുന്നത്. വേറെ ഏതെങ്കിലും മിടുക്കന്മാരായ വക്കീലാണെങ്കിൽ ഞാൻ ജയിലിൽ പോയി ഉണ്ടാമ്പളം തിന്നാണ്. വക്കീലേ, നീ ഈ മാല ഇട്ട് കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ ആൾക്കാർ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഒത്തുചേർന്ന് എവനെ ജയിപ്പിച്ചാന്നല്ലേ ഞാൻ പറയത്തുള്ളൂ, ഇവനെ രക്ഷപ്പെടുത്തുന്നല്ലേ പറയത്തുള്ളൂ. അവരെല്ലാം എന്നെ നെഞ്ചെത്തി ഇവൻ മാലയിടും, അവരെന്നെ നെഞ്ച് റീത്ത് വെക്കും. അതുകൊണ്ട് എന്റെ പൊന്നും വേണ്ട. കോമഡി മസാലയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. കൂടുതൽ ചിരിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത എപ്പിസോഡിൽ. ടിൽ ദെൻ ഇറ്റ്സ് എ ബൈ ഫ്രം us.